الشيطان الرجيم. بسم الله الرحمن الرحيم. يا صاحبي السجن أأرباب متفرقون خير أم الله الواحد القهار. وأيضا قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ വിശ്വാസിനികളെ, പടച്ചനാഥൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ പാപങ്ങളിൽ നിന്നും എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് ജീവിക്കുന്ന കാലമത്രയും റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറ യൂസുഫിലെ വചനമാണ് ഞാൻ ഖുതുബയുടെ ആമുഖമായി ഓതി വച്ചത്. സൂറത്ത് യൂസുഫ്, അതിലൂടെ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏതെല്ലാം അപകടങ്ങളിലേക്കും പാപകൃത്യങ്ങളിലേക്കും ചെളിക്കുഴികളിലേക്കും വീണുപോകാമോ അതിൽ നിന്നൊക്കെ സുരക്ഷിതമായി നാളെ പരലോകത്ത് വിജയികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി ഒരു മുഅ്മിൻ എങ്ങനെയാണ് അയാളുടെ ജീവിതം നയിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറ യൂസുഫിൻ്റെ ചരിത്രങ്ങളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അസൂയ മൂത്ത സ്വന്തം സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ട് വലിച്ചെറിഞ്ഞിട്ടും അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു കച്ചവട സംഘം കിണറ്റിൽ നിന്ന് ആ കുട്ടിയെ എടുത്ത് ഈജിപ്തിൻ്റെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി വിൽപ്പന നടത്തുകയും പട്ടിണിയും പ്രയാസങ്ങളുമില്ലാതെ ഈജിപ്തിൻ്റെ ഒരു ഭരണാധികാരി, സമ്പന്നനായ ഒരു ഭരണാധികാരി അദ്ദേഹം വില കൊടുത്തു വാങ്ങുകയും സ്വന്തം മകനേക്കാൾ ആഹ്ലാദത്തോടെയും സ്നേഹത്തോടെയും അദ്ദേഹം വളർത്തുകയും ചെയ്തു. പക്ഷേ വളർന്ന് വലുതായി മുൻപോട്ട് വരുമ്പോൾ സ്വന്തം യജമാനത്തി അവിഹിതത്തിലേക്ക്, തെറ്റായതിലേക്ക് ആ പ്രവാചക വര്യനെ ക്ഷണിക്കുമ്പോൾ ഒരു മുഅ്മിനായ, ഒരു മുത്തഖിയായ മനുഷ്യൻ ജീവിതത്തിൻ്റെ സ്വകാര്യ നിമിഷങ്ങളിൽ പരസ്ത്രീ ബന്ധത്തിലേക്കും പരപുരുഷ ബന്ധത്തിലേക്കും വീണുപോകാതെ ഒരു മുഅ്മിനായ വിശ്വാസി എങ്ങനെ അധാർമികതകളിൽ നിന്നും മാറി അള്ളാഹുവിൻ്റെ പ്രീതിയിലും പൊരുത്തത്തിലുമാകേണ്ടത് എങ്ങനെയെന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിന് അവിഹിതത്തിലേക്ക് എല്ലാവിധമായ സാഹചര്യങ്ങളും ഒത്തുകിട്ടുമ്പോഴും ആ പ്രവാചകന്റെ പ്രാർത്ഥന ഇപ്രകാരമാണ്: റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി
എന്റെ യജമാനത്തി, ഇവർ ഏതെന്നിലേക്കാണോ എന്നെ ക്ഷണിക്കുന്നത് അതിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടത് എൻ്റെ ജയിൽ ജീവിതമാണ്, ജയിലിൽ കഴിയലാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയുടെ സ്വീകാര്യത എന്നോണം വീടിൻ്റെ യജമാനൻ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ജയിലിലേക്ക് അടയ്ക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ആ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ അതേ സെല്ലിൽ മറ്റ് 2 വ്യക്തികളും കടന്നു വന്നു. നേരം വെളുത്തെഴുന്നേറ്റപ്പോ ആ 2 വ്യക്തികളിൽ ഒരാൾ പറഞ്ഞു, ഞങ്ങൾ 2 പേരും ഓരോ സ്വപ്നങ്ങൾ കണ്ടു. ഞങ്ങളിൽ ഒരാൾ കണ്ടത് മുന്തിരിച്ചാറ് പിഴിഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത്. മറ്റേയാൾ പറഞ്ഞു, ഞാൻ റൊട്ടി ചുമന്നു കൊണ്ടുപോകുമ്പോ പക്ഷികൾ അത് വന്നിങ്ങനെ കൊത്തി തിന്നുന്നു. അങ്ങനെയാണ് രാത്രിയിൽ ഞാൻ സ്വപ്നം കണ്ടത്. ഈ സ്വപ്നം യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് പറയുമ്പോഴും ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണെന്ന് വളരെ കൃത്യമായി യൂസുഫ് നബി അലൈഹിസ്സലാമിന് അറിയാം. തൻ്റെ മുന്നിലിരിക്കുന്ന ഒരു മനുഷ്യൻ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ജയിലിൽ നിന്ന് റിലീസാവുകയും ഒരു മനുഷ്യനെ കഴുകുമരത്തിലേക്ക് ഏറ്റുമ്പോൾ അയാളുടെ തല പക്ഷികൾ വന്ന് കൊത്തി തിന്നുകയും ചെയ്യുന്നതാണ് സ്വപ്നത്തിൽ കണ്ടതെന്ന് സ്വപ്ന വ്യാഖ്യാനം തിരിച്ചറിഞ്ഞിട്ടും മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, നമുക്ക് ഭക്ഷണം കൊണ്ടുവരുന്നതിന് മുമ്പ് ഈ സ്വപ്ന വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയണം. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിലെ ആ കൂട്ടുകാരോട് പറയുകയാണ്, വതബഅതു മില്ലത ആബാഇ ഇബ്രാഹീമ വഇസ്ഹാഖ വയഅഖൂബ്. എൻ്റെ പൂർവ്വപിതാക്കന്മാരായ ഇബ്രാഹിമിൻ്റെയും ഇസ്ഹാഖിൻ്റെയും യാക്കൂബിൻ്റെയും മാർഗമാണ് ഞാൻ പിൻപറ്റുന്നത്. ഏതാണെന്നറിയുമോ ആ മാർഗം? മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ശൈഅ. നമ്മുടെ ജീവിതത്തിൽ ബഹുദൈവ ആരാധനയുടെ ഒരു ലാഞ്ചന പോലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ, ഈ കത്തിജ്വലിക്കുന്ന ഈ സൂര്യനെ പ്രകാശിപ്പിച്ച, രാത്രിയെയും പകലിനെയും സംവിധാനിക്കുന്ന പ്രപഞ്ചനാഥനായ അള്ളാഹുവിനോട് നമുക്കൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. എന്നിട്ട് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്നു, ذَلِكَ مِنْ فَضْلِ اللَّهِ عَلَيْنَا وَعَلَى النَّاسِ. അള്ളാഹുവിനോടൊന്നിനെയും പങ്കു ചേർക്കാതെ ഈ സൃഷ്ടാവായ അള്ളാഹുവിനെ തിരിച്ചറിയുക എന്നുള്ളത് ذَلِكَ مِنْ فَضْلِ اللَّهِ عَلَيْنَا وَعَلَى النَّاسِ. അള്ളാഹു നമ്മുടെ മേൽ ചെയ്ത മഹത്തായ ഒരു അനുഗ്രഹമാണ്. സർവ മനുഷ്യരുടെ മേലും അള്ളാഹു ചെയ്ത അനുഗ്രഹമാണ്. വലകിന്ന അക്സറൻ നാസി ലാ യഷ്കുറൂൻ. പക്ഷേ അധിക മനുഷ്യരും അള്ളാഹുവിനെ അറിയുന്നില്ല, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ അറിയുന്നില്ല. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു, ഹാദാ ഖൽഖുല്ലാഹ്, ഇതൊക്കെയും എൻ്റെ സൃഷ്ടികളാണ്. ഈ കാണുന്ന മനുഷ്യരും അതുപോലെ തന്നെ ഇവിടത്തെ 20 ദശലക്ഷം ജീവജാലങ്ങളും ഈ കത്തിജ്വലിക്കുന്ന സൂര്യനും ഈ നക്ഷത്രങ്ങളുമെല്ലാം ഹാദാ ഖൽഖുല്ലാഹ്, എൻ്റെ സൃഷ്ടികളാണ്. ഇതിനെയെല്ലാം ഞാനാണ് സൃഷ്ടിച്ച് കൺട്രോൾ ചെയ്യുന്നത്. ഫഅറൂനി, നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരണേ. മാദാ ഖലഖല്ലദീന മിൻ ദൂനി, അല്ലാഹുവിന് പുറമെയുള്ളവർ, നിങ്ങളുടെ ആരാധ്യന്മാർ ഈ പ്രപഞ്ചത്തിൽ ഏതൊന്നിനെയാണ് സൃഷ്ടിച്ച് സംവിധാനിക്കുന്നതെന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരുകയെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ 2 സഹോദരന്മാർ സ്വപ്ന വ്യാഖ്യാനവുമായി വന്നപ്പോ ആ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് ആ പ്രവാചകൻ പറഞ്ഞത്, ഈ സ്വപ്ന വ്യാഖ്യാനം എനിക്ക് പഠിപ്പിച്ചത് അല്ലമനി റബ്ബി, എൻ്റെ റബ്ബാണ്. നിങ്ങൾ കണ്ട സ്വപ്നത്തിന്, പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ രാത്രിയിൽ കാണുന്ന സ്വപ്നത്തിന് ചില കാര്യങ്ങൾ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
ആ സ്വപ്നത്തിന്റെ കൃത്യമായ വ്യാഖ്യാനം അല്ലമനി റബ്ബി, എന്റെ റബ്ബാണ് എന്നെ പഠിപ്പിച്ചത്. എന്നിട്ട് ആ മഹാനായ പ്രവാചകൻ യൂസുഫ് അലൈഹിസ്സലാം അവരോട് ചോദിക്കുന്നത്, യാ സാഹിബയിസ് സിജ്നി, ജയിലിലെ എന്റെ രണ്ട് ചങ്ങാതിമാരെ, ജയിലിലെ എന്റെ രണ്ട് സുഹൃത്തുക്കളെ, അർബാബും മുതഫർരിഖൂന ഖൈർ, വിഭിന്നങ്ങളും വ്യത്യസ്തങ്ങളുമായ ആരാധ്യന്മാരും ആരാധ്യമൂർത്തികളുമാണോ നിങ്ങൾക്ക് ഉത്തമം? അള്ളാഹുവിന് പുറമെ മനുഷ്യർ ആരാധിക്കുന്ന കബറുകളും ജാറങ്ങളും ആൽദൈവങ്ങളും ആൽത്താരകളും അള്ളാഹുവിന് പുറമെ എന്തെല്ലാം ഉണ്ടോ ആ ജയിലിലെ കൂട്ടുകാരോട് ചോദിക്കുന്നത്, അർബാബും മുതഫർരിഖൂന ഖൈർ, വിഭിന്നങ്ങളും വ്യത്യസ്തങ്ങളുമായ ബഹുദൈവ ആരാധനയാണോ ഉത്തമം? അതല്ല, അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, ഏകനും സർവാധിപതിയുമായ ഏകനും സൃഷ്ടാവുമായ അള്ളാഹുവിനെ ആരാധിക്കലാണോ ഉത്തമം? സ്വപ്ന വ്യാഖ്യാനം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് അവർ കണ്ട സ്വപ്നത്തിൽ ഒരാൾ മരണപ്പെട്ടു പോകുമെന്നും ഒരാൾ ജയിലിൽ റിലീസാകുമെന്നും തന്റെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് ആ പ്രവാചകൻ അവരെ ആദ്യമായി പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ സന്ദേശമാണ്. ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും മാനവരെ പഠിപ്പിച്ച ഒന്നാമത്തെ സന്ദേശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശമാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് തന്റെ അനുചരന്മാരെ പഠിപ്പിച്ചത് അൽ അമീൻ എന്നും അസ്വാദിഖ് എന്നും വിളിച്ചു വന്ന് മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിന്റെ റസൂലിനെ അധമ്യമായി സ്നേഹിച്ചിരുന്നു. അള്ളാഹുവിന്റെ റസൂല് അവിടുത്തെ ജനതയെ പഠിപ്പിച്ചു, നമ്മുടെ ആരാധ്യൻ ലാത്തയും ഉസ്സയും മനാത്തും അള്ളാഹുവിനോടൊപ്പം നാം ആരാധിക്കാൻ പാടില്ല. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂല് മക്കയിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹ് ഉണ്ട് എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. അല്ലാഹു അല്ലാതെ നമുക്ക് മറ്റൊരു ആരാധ്യനുമില്ല. കാരണം റസൂലിന്റെ പിതാവിന്റെ പേര് നമുക്കറിയാം, അബ്ദുള്ള എന്നാണ്. അബ്ദുള്ള എന്നാൽ അള്ളാഹുവിന്റെ അടിമ എന്നാണ്. പൂർവപ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദഅവത്തിന്റെ ഫലമായി അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. പക്ഷേ അള്ളാഹുവിൽ വിശ്വാസമുള്ളവനോടൊപ്പം തന്നെ ലാത്തയോടും ഉസ്സയോടും മനാത്തിനോടും പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ അവരെ ഓർമ്മപ്പെടുത്തി, അള്ളാഹു അല്ലാതെ നമുക്ക് ആരാധ്യനില്ല എന്ന്. റസൂലിന്റെ കുടുംബക്കാരെ വിളിച്ച് റസൂൽ തൗഹീദിന്റെ സന്ദേശം അവരെ പഠിപ്പിക്കുമ്പോ അബൂലഹബ് ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞത്, തബ്ബൻ ലക യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് സർവനാശം. ഇത് പറയാൻ വേണ്ടിയിട്ടാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? ഞങ്ങളുടെ പ്രപിതാക്കന്മാർ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ആദരിച്ചും ആരാധിച്ചും വന്നിരുന്ന റബ്ബിനോടൊപ്പം പങ്കുചേർത്തിരുന്ന അതെല്ലാം കൈയൊഴിഞ്ഞുകൊണ്ട് ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കാൻ സാധ്യമല്ല മുഹമ്മദേ. അബൂലഹബ് ചാടി എഴുന്നേറ്റു പോകുന്നു. ചരിത്രമുണർത്തുന്നു, ഏതാനും ചില മനുഷ്യരൊഴികെ ബാക്കി എല്ലാവരും നീരസപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അള്ളാഹുവിന്റെ റസൂലിനെ ശകാരിച്ചു, റസൂലിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂല് പ്രയാസത്തോടുകൂടി വീട്ടിലേക്ക് കടന്നു വരുമ്പോ നമ്മുടെ ഉമ്മയായ ഖദീജ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, റസൂലേ, അങ്ങയുടെ മുഖത്ത് സങ്കടവും പ്രയാസവും ഉണ്ടല്ലോ, എന്താണ്? ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അബൂലഹബ് എന്നെ വല്ലാതെ ശകാരിച്ചു, ജനങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ വല്ലാതെ അപമാനിതനാക്കി. ആ വീട്ടിലേക്ക് കടന്നു വരുമ്പോ മഹാനായ ആ പ്രവാചകൻ വിഷമത്തോടുകൂടി വസ്ത്രം മാറ്റി അദ്ദേഹം കടന്നു വരുമ്പോ ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് അവതരിപ്പിക്കുകയാണ്, സൂറത്തുൽ മസദ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബിന്റെ രണ്ട് കരങ്ങളും നശിക്കട്ടെ. അവൻ നശിച്ചത് തന്നെ. സഹോദരങ്ങളെ, ഈ അബൂലഹബിനെക്കാളും വലിയ വലിയ വീരവാദങ്ങളും ഇസ്ലാമിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ ബദ്ധവൈരികളായ പലരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഈ അബൂലഹബെങ്ങാനും ഞാൻ അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചു എന്നാൽ നമ്മുടെ പരിശുദ്ധമായ ഖുർആൻ ദൈവിക ഗ്രന്ഥമല്ല സഹോദരങ്ങളെ. ഭാവി ഭൂത വർത്തമാനങ്ങളെ കുറിച്ചറിയുന്ന ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ അബൂലഹബിനെ കുറിച്ച് പറയുകയാണ്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബിന്റെ രണ്ട് കരങ്ങളും നശിക്കട്ടെ. അവൻ നശിച്ചത് തന്നെ. ഈ വചനം അവതരിച്ചപ്പോ
അബൂലഹബിന്റെ കൂട്ടുകാര് അബൂലഹബിന്റെ അടുക്കലേക്ക് പോയി പറഞ്ഞു, ഇന്നലെ അല്ലാഹു മുഹമ്മദിലേക്ക് അവതരിപ്പിച്ച ആ വിശുദ്ധ ഖുർആനിന്റെ ഒന്നാമത്തെ ഒരു വചനം തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്നാണ്. നിന്നെ കുറിച്ചാണ് അബൂലഹബെ അതിൽ പറയുന്നത് എന്ന് പറയുമ്പോ അബൂലഹബ് മറുപടി കൊടുത്തത്, ഈ മക്കയിലെ വലിയ സമ്പന്നനാണ്, ആൽബന്ധവും രാഷ്ട്രീയ ബന്ധവുമുള്ളവനാണ്. എന്റെ സമ്പത്തിന്റെ മുന്നിൽ മുഹമ്മദിന്റെ രക്ഷിതാവായ അല്ലാഹുവിന് ഒന്നും ചെയ്യാനില്ല. സഹോദരങ്ങളെ, അബൂലഹബ് അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. ഇന്ന് നമ്മുടെ നാടുകളിൽ അല്ലാഹുവിനോടൊപ്പം ഖബറുകളെയും ജാറങ്ങളോടും ജിന്നുകളോടും പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ പോലെ അന്ന് അല്ലാഹുവിനോടൊപ്പം പരദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായിരുന്നു അവർ. ആ പ്രവാചകനിലേക്ക് അവതരിച്ച ഈ വചനം അവതരിക്കുമ്പോ അബൂലഹബ് വലിയ സമ്പന്നനും വലിയ ജനസമ്മതിദായനാണെന്ന് പറയുമ്പോ അടുത്ത വചനം വീണ്ടും അവതരിക്കുകയാണ്. അബൂലഹബിന്റെ സമ്പത്തും അവന്റെ ധനവും അവന് യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല. അഥവാ ആ സമ്പത്തിലുണ്ടായിരുന്ന ബർക്കത്തും അനുഗ്രഹങ്ങളും അല്ലാഹു ഉയർത്തപ്പെട്ടു. പിന്നീട് ചരിത്രമുണർത്തുന്നു, ആ അബൂലഹബിന്റെ അന്ത്യം വളരെ മോശമായ രൂപത്തിൽ വിശുദ്ധമായ ഖുർആനിലൂടെയും ചരിത്രങ്ങളിലൂടെയും അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സഹോദരങ്ങളെ. കാരണം അല്ലാഹുവിന്റെ റസൂല് തന്റെ അനുചരന്മാരെ ആദ്യമായി പഠിപ്പിച്ചത് നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് പോകരുത് എന്നല്ല, നിങ്ങൾ മാതാപിതാക്കളെ ഉപദ്രവിക്കരുത് എന്നല്ല, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടരുത് എന്നല്ല. അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി ആ ജനതയെ പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന തൗഹീദിന്റെ സന്ദേശമാണ് സഹോദരങ്ങളെ. എന്നാൽ നമ്മുടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന മസ്ജിദുകളിൽ നിന്ന് ഈ സമൂഹത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ ആദർശം അവരെ പഠിപ്പിക്കുകയാണെങ്കിൽ അവരുടെ ഹൃദയം പരിശുദ്ധമാകും. കാരണം പാമരങ്ങളായി ജനങ്ങൾ മഹാന്മാരുടെയും മഹത്തുക്കളുടെയും കറാമത്തുകളെ കുറിച്ചാണ് പറയുന്നത്. കേരളത്തിന്റെ വലിയൊരു പൗരോഹിത്യം CM വലിയുള്ള എന്ന ഷെയ്ഖിനെ കുറിച്ചാണ്. ഏത് ആപത്ഘട്ടത്തിലും വിളിച്ചാൽ നിങ്ങളെ സഹായിക്കാൻ കഴിവുള്ളവനാണ് എന്നാണ് ഇവിടുത്തെ പുരോഹിതന്മാര് പഠിപ്പിക്കുന്നത്. ഒരു ഭവനം കത്തിയമരുമ്പോ ആ വീടിന്റെ ഉള്ളിൽ നിന്ന് ആ ഉമ്മ പുറത്തേക്ക് വിളിക്കുന്നത് ബദരീങ്ങളെ എന്നാണ് സഹോദരന്മാരെ. അല്ലാഹുവിലേക്ക് വിളിക്കേണ്ട, റബ്ബിലേക്ക് വിളിക്കേണ്ട മനുഷ്യരെ പരദൈവങ്ങളിലേക്ക്, മനുഷ്യരിലേക്ക്, സൃഷ്ടികളിലേക്കാണ് പുരോഹിതന്മാര് തിരിച്ചുവിടുന്നത്. നാം മനസ്സിലാക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഈ അടിത്തറയാണ്, ഈ അടിസ്ഥാന വിശ്വാസമാണ്, ഈ തൗഹീദാണ് സഹോദരന്മാരെ നമ്മുടെ കർമ്മങ്ങളൊക്കെയും അല്ലാഹുവിലേക്ക് സ്വീകാര്യമാകുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യരെയും ജിന്നുവർഗത്തെയും തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട്, ഏകനായ റബ്ബിനെ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, നമ്മുടെ ഏതേത് കർമ്മങ്ങളുടെയും ആകത്തുക തൗഹീദാണ് സഹോദരങ്ങളെ. നമ്മൾ ആറ്റിങ്ങൽ ടൗണിലൂടെ ചിലപ്പോൾ ചില വാഹനങ്ങൾ പോകുന്നത് കാണാം. നിരത്തിലേക്ക് ഒരു ബസ് കമ്പനി പുറത്തേക്ക് ഇറക്കുന്നതിന് മുമ്പ് ആറ്റിങ്ങൽ ടൗണിലൂടെ ഒരു ബോഡി മാത്രമുള്ള ഒരു വാഹനം ഇങ്ങനെ റോഡിലൂടെ പോകുന്നത് കാണാം. അതിന്റെ മേളിൽ ബോഡിയോ അതിന്റെ ഉള്ളിൽ സീറ്റോ AC സംവിധാനങ്ങളോ ഇല്ല. ആ ഒരു എഞ്ചിനും അതിന്റെ ഒരു ലോറിയും റോഡിലൂടെ യാത്ര പോകുന്നത് കാണാം. അതുപോലെ അതിന്റെ മേളിൽ വീണ്ടും പാക്കിംഗ് കവറും സീറ്റുകളും AC-യും സംവിധാനിക്കുമ്പോഴാണ് ആ വാഹനം പൂർണ്ണതയിലേക്ക് വരുന്നത്. അതിനു മുമ്പ് ആ ഒരു എഞ്ചിനായിരുന്നു ആ വാഹനത്തെ നീക്കിക്കൊണ്ടുപോകുന്ന വലിയൊരു സ്ട്രക്ചറായിരുന്നു അതിൻ്റെ എഞ്ചിൻ. അഥവാ നമ്മളുടെ കർമ്മങ്ങളുടെ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അകക്കാമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. അഥവാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. കർമ്മങ്ങളിൽ ഒന്നാമത്തത് അതാണ് സഹോദരങ്ങളെ. അല്ലാഹുവല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന ആ സന്ദേശം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. പിന്നീടാണ് ഈ കർമ്മങ്ങൾ വരുന്നത്. കർമ്മങ്ങൾക്ക് മുമ്പ് ആദ്യം ശരിപ്പെടുത്തേണ്ടത് നമ്മുടെ അഖീദയാണ്.
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച പ്രവാചകനെ ഓർമ്മപ്പെടുത്തിയത്, പ്രവാചകന് മുന്നറിയിപ്പ് നൽകിയത്, ലയന്നശ്റക്ത, നബിയെ താങ്കളെങ്ങാനും ബഹുദൈവാരാധന പ്രവർത്തിച്ചു പോയാൽ ലയഹ്ബതുന്ന അമലുക്, താങ്കളുടെ കർമ്മം പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ പരാജിതരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. പലപ്പോഴും മാതാപിതാക്കളെ കുറിച്ച് പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമ്മുടെ ജുമുഅ മിമ്പറുകളിൽ നിന്ന്, നമ്മുടെ മസ്ജിദുകളിൽ നിന്ന് കേൾക്കാം. മാതാപിതാക്കളോടുള്ള കടമകൾക്ക് മുമ്പ് അല്ലാഹു ഒന്നാമതായി പഠിപ്പിക്കുന്നത് വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, അവനെയല്ലാതെ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹുവിനെ അല്ലാതെ ഒന്നിനെയും ആരാധിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണേ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. പലപ്പോഴും നാം കേൾക്കാറുണ്ട്, മാതാ പിതാ ഗുരു ദൈവം. അതല്ല, ഒന്നാമതായിട്ട് ദൈവമാണ്, സൃഷ്ടാവാണ്, അള്ളാഹുവാണ് ഒരു വിശ്വാസി. അല്ലാതെ പുരാതന മനുഷ്യർ പറയുന്നത് പോലെ മാതാപിതാ ഗുരു എന്നല്ല. ഒന്നാമത്തെ സ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്, സൃഷ്ടാവിനാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യൻ ഒരാളുടെ മുന്നിലേക്ക് പോയി സുജൂദ് ചെയ്യുമ്പോൾ നാം ചിന്തിക്കേണ്ടത് അത് പിന്നീട് ആരാധനയായി മാറും. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് പലരും വന്ന് സുജൂദ് ചെയ്യും പോലെ സലാം പറയുമ്പോൾ റസൂൽ അവരോട് നിവർന്നു നിൽക്കാൻ പറയും. നിവർന്നു നിന്ന് സലാം പറയാൻ അള്ളാഹുവിന്റെ റസൂൽ ഇരിക്കുന്ന ഒരു സദസ്സിലേക്ക് സ്വഹാബികൾ ചാടി എഴുന്നേറ്റപ്പോ റസൂലിന്റെ മുഖം സങ്കടം കൊണ്ട് വിളമ്പി. ആ സമയം അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങ് എന്തിന്റെ പേരിലാണ് സങ്കടപ്പെടുന്നത്? റസൂൽ തന്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തി, എൻ്റെ പൂർവ്വ പ്രവാചകനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനത ആ പ്രവാചകനെ പുകഴ്ത്തുകയും ആ പുകഴ്ത്തൽ അമിതമായി അള്ളാഹുവിനെ വിട്ട് അവർ ഈസാ നബി ആരാധിച്ചതുപോലെ നിങ്ങൾ എന്നെയല്ല ആരാധിക്കേണ്ടത്, പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത്. നാം ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ, പലപ്പോഴും വലിയ വലിയ പുരോഹിതന്മാരുടെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന രൂപത്തിലേക്ക് മനുഷ്യര് മാറുന്നു. കേരളത്തിലെ യൂസുഫ് അലി എന്നൊരു വലിയ സമ്പന്നനായ കച്ചവടക്കാരന്റെ മുന്നിൽ അദ്ദേഹം ഒരു ദാനധർമ്മം കൊടുക്കുമ്പോ അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരാൾ സുജൂദിന് തയ്യാറായപ്പോ അദ്ദേഹം ചാടി എഴുന്നേറ്റിട്ട് അദ്ദേഹത്തിന് തിരുത്തി കൊടുക്കുന്നുണ്ട്. ദൈവത്തിന്റെ മുന്നിലല്ലാതെ, സൃഷ്ടാവിന്റെ മുന്നിലല്ലാതെ മറ്റൊരാളുടെയും മുന്നിൽ നമ്മുടെ ശിരസ് കുനിക്കാൻ പാടില്ല എന്ന വലിയ തൗഹീദിന്റെ സന്ദേശം. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും നമ്മുടെ ജീവിതത്തിൽ കൈവരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തൗഹീദ് ഉണ്ടാകണം. ഏതേത് സന്ദർഭങ്ങളിലും ഏതേത് ദുരന്തമുഖത്തും ആരെന്നെ സഹായിച്ചില്ലെങ്കിലും, എൻ്റെ കുടുംബം എന്നെ ഒറ്റപ്പെടുത്തിയാലും, ഈ ലോകത്തെ മനുഷ്യരെല്ലാം എന്നെ ഒറ്റപ്പെടുത്തിയാലും എൻ്റെ റബ്ബിന്റെ സഹായമുണ്ടാകുമെന്ന ഒരു ദൃഢമായ ബോധ്യം നമുക്കുണ്ടാകണം. സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ കൊച്ചു കേരളത്തിലെ മുസ്ലിമീങ്ങളിൽ 70% വരുന്ന വിശ്വാസികളും അല്ലാഹു അല്ലാത്ത റബ്ബിനോടൊപ്പം CM വലിയുള്ളായെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ. സാധാരണ മസ്ജിദിനോടടുത്ത് ഒരു ദർഗയുണ്ടാവും, ഒരു ഖബറുണ്ടാകും. ജുമാ നമസ്കാരം കഴിഞ്ഞ് ഇമാമ് തന്നെ ആ ഖബറിലേക്ക് കൊണ്ടുപോയിട്ട് അള്ളാഹുവിനോടൊപ്പം, അഥവാ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ മാറണമെങ്കിൽ അള്ളാഹുവിനോട് നാം നേരിട്ട് പ്രാർത്ഥിച്ചാൽ പോരാ. ഈ കാണുന്ന പരദൈവങ്ങൾ, ഈ കാണുന്ന മഹാന്മാരും മഹത്തുക്കളും നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് ഓർമ്മപ്പെടുത്തും. പാമരമങ്ങളായ ജനങ്ങൾ അത് തിരിച്ചറിയുന്നില്ല. സഹോദരങ്ങളെ, നാം ഒന്ന് ആലോചിച്ചു നോക്കുക. നമ്മൾ ഈ ബഹുദൈവ ആരാധനയിലേക്ക്, ഈ ശിർക്കിലേക്ക് വഴുതി വീണപ്പോ നമ്മുടെ രാജ്യത്തിന്റെ സ്വസ്ഥത തകർന്നു പോകുന്നു. പൗരത്വത്തിന്റെ പേരിൽ, അതുപോലെ തന്നെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഏകദേശം 10,000-കണക്കിന് മുസ്ലിം ഭവനങ്ങൾ ബുൾഡോസർ കൊണ്ടിടിച്ചു നിരത്തപ്പെട്ടത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. സഹോദരങ്ങളെ, ഓരോ മസ്ജിദുകൾക്കടിയിലും ഞങ്ങളുടെ ആരാധ്യമൂർത്തികളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബുൾഡോസറുമായി അതിനെ തകർത്തെറിയാൻ കാത്തു നിൽക്കുന്നത് റബ്ബിന്റെ പരീക്ഷണമാണ്. നാം തിരിച്ചറിയണം. എന്താണ് നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കാത്തത്? ഫലസ്തീനിലെ ഗസ്സയിൽ ഇക്കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് 50,000-ഓളം വിശ്വാസികൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായി.
ഫലസ്തീനിലെ ഗസ്സയിൽ നിന്ന് 10,000-കണക്കിന് വിശ്വാസികൾ ഭവനരഹിതരായിട്ട് ഇന്ന് ജൂത മനുഷ്യർ അവരുടെ സ്വന്തം ഭവനങ്ങൾ അവിടെ പണിയാനുള്ള പണി ആരംഭിച്ചു കൊണ്ടിരിക്കുന്നു. എന്തേ സഹോദരങ്ങളെ അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാത്തത്? റബ്ബ് ഇത് കാണാത്തത് കൊണ്ടാണോ? റബ്ബ് എന്താണ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാത്തത്? ബദറിന്റെ ആ രണഭൂമിയിൽ ഒരു ചെറിയ ന്യൂനപക്ഷം വരുന്ന അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും ബദറിന്റെ രണാങ്കണത്തിൽ ശത്രുക്കൾ പോലും പറയുന്നത്, ശുഭ്രവസ്ത്രധാരികളായ ഒരു കൂട്ടം മനുഷ്യര് ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഞങ്ങളെ വലിച്ചെറിഞ്ഞു എന്ന് ശത്രുക്കൾ പോലും പറയുമ്പോ അള്ളാഹുവിന്റെ സഹായം ബദറിലും മുഹദിലും ഹന്തക്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കുണ്ടാകുന്നില്ല? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ സന്ദേശം ഇറാഖിന്റെ ഊറുന്ന പട്ടണം മുതൽ ഫലസ്തീനിലും അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ സന്ദേശം ഈ ജനങ്ങളെ പഠിപ്പിച്ചതിന്റെ പേരിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അഗ്നിജ്വാലയിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി കൊണ്ടിരുത്തിയിരിക്കുമ്പോഴും ആ പ്രവാചകനോട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നത്, എന്ത് സഹായം വേണം പിന്നെ ഇബ്രാഹിം, എന്നിൽ നിന്ന് എന്ത് സഹായമാണ് വേണ്ടത്? ആ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്, എനിക്കൊരു സഹായവും ആവശ്യമില്ല, എനിക്കൊരു മലക്കിന്റെയും ഒരു ജിന്നിന്റെയും ഒരു മഹാന്റെയും സഹായം ആവശ്യമില്ല. ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി. ആ പ്രവാചകനെ അഗ്നിജ്വാലയിലേക്ക് വലിച്ചെറിയുമ്പോഴും നമ്രൂദ് എന്ന ആ ലോകം കൊണ്ട വലിയ അക്രമിയായ മനുഷ്യൻ വലിയൊരു വൃക്ഷം പോലുള്ള ഒരു വലിയ ആൽത്താരെ ഉണ്ടാക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കത്തി അമരുന്നത് കാണാൻ വേണ്ടി ശ്രമിക്കുമ്പോ നമ്രൂദ് പറഞ്ഞു, ഈ അഗ്നിജ്വാല അണച്ചു കളയണം. ഏതോ ഒരു അദൃശ്യ ശക്തി ഇബ്രാഹിമിനെ സുരക്ഷിതമാക്കുന്നുണ്ട്. ഇബ്രാഹിമിന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ ഏതോ ഒരു അദൃശ്യ ശക്തി ഇബ്രാഹിമിനെ സംരക്ഷിക്കുന്നുണ്ട്. ആരാണ് സഹോദരന്മാരെ? യാ നാറു കുനി ബർദം വസ്സലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മേൽ തണുപ്പും സുരക്ഷിതയും നൽകണമെന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വേണ്ടിയിട്ട് തീയോട് അല്ലാഹു സംസാരിക്കുകയാണ്. ഏത് ദുരന്തമുഖത്തും പടച്ച റബ്ബ് നമ്മെ സഹായിക്കുമെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഏത് പ്രതിസന്ധിയിലും ഏത് രോഗത്തിന്റെ സന്ദർഭങ്ങളിലും ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ടത്, എൻ്റെ റബ്ബാണ് എന്നെ സഹായിക്കാനുള്ളത്. പലപ്പോഴും രോഗങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ പലപ്പോഴും ഡോക്ടർ പറയുന്നു, ഇനി മറ്റൊരു മാർഗവുമില്ല, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോ, ഞങ്ങൾ കഴിവിന്റെ പരമാവധി ഞങ്ങൾ ചികിത്സിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചോ. രോഗങ്ങളിൽ നിന്നൊരു രക്ഷയും കാണാതെ വരുമ്പോ തങ്ങൾ പാപ്പ തന്ന ഈ നൂല് ആ കുഞ്ഞിന്റെ ഇളിയിൽ കെട്ടിക്കോ, ചരട് കെട്ടിക്കോ. അല്ലാഹുവല്ലാത്ത പരദൈവങ്ങളിലേക്ക് മനുഷ്യൻ മടങ്ങുന്ന ചില പ്രത്യേക സന്ദർഭങ്ങളുണ്ട്. അല്ലദീന ആമനു, അല്ലാഹുവിൽ വിശ്വസിക്കുകയും വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുന്നവർ, ഉലൈക ലഹുൽ അംന്, അവർക്കാണ് അല്ലാഹു നിർഭയത്വം നൽകുന്നത്, അവർക്കാണ് അല്ലാഹു സഹായം നൽകുന്നത്. വഹും മുഹ്തദൂൻ, അവരാണ് യഥാർത്ഥ സന്മാർഗികൾ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് കുട്ടിയായിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, യാ ഗുലാം, ഏ കുട്ടി, യഹ്ഫളില്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, എങ്കിൽ യഹ്ഫളുക്, അല്ലാഹു നിന്നെയും സൂക്ഷിക്കും. വീണ്ടും പ്രവാചകൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, ഇഹ്ഫളില്ലാഹ തജിദ്ഹ്, ഏ ഇബ്നു അബ്ബാസ്, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ ഏത് ദുരന്തമുഖത്തും ആ റബ്ബിനെ നിനക്ക് കാണാം, ആ റബ്ബിന്റെ സഹായം നിനക്കെത്തും. വൈദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ റബ്ബിനോടാണ് ചോദിക്കേണ്ടത്. വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ കാവൽ തേടുകയാണെങ്കിൽ ആ റബ്ബിനോടാണ് നീ കാവൽ തേടേണ്ടത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കുട്ടിയായിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന ചെറിയ മകന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വിശുദ്ധ ഖുർആനിലൂടെ മഹാനായ ലുഖ്മാനുൽ ഹക്കീം എന്ന സാത്വികനായ മനുഷ്യൻ തന്റെ മകന് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം, യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിനോടൊന്നിനെയും പങ്കു ചേർക്കല്ലേ മോനെ.
ഇന്ന ശിർക ലദുൽമുൻ അലീം. ഈ